OS ടോമി അവരുടെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യോഗത്തിൽ സമ്മാനദാനവും അനുഗ്രഹ പ്രഭാഷണവും നടത്തുന്ന അഭിജ്ഞ പിതാവെ, യോഗത്തിലെ അധ്യക്ഷൻ പെരിയ ബഹുമാനപ്പെട്ട ലാസറച്ച, ഇന്നത്തെ മുഖ്യാതിഥി ശ്രീ പോൾ ഫ്രാൻസിസ് കണ്ടകുളത്തി, കത്തീഡ്രൽ ട്രസ്റ്റി അഡ്വക്കേറ്റ് MM ഷാജൻ, ഞങ്ങളുടെ ജോയിന്റ് ഡയറക്ടർ ഫാദർ ആന്റണി അച്ഛൻ, പ്രസിഡന്റ് ഞങ്ങളുടെ പ്രൊഫഷണൽ CLC പ്രസിഡന്റ് ശ്രീ ഫ്രാൻസിസ് കോക്കാട്ട്, സീനിയർ CLC പ്രസിഡന്റ് അജയ്, ഈ വാർഡിന്റെ കൗൺസിലർ ശ്രീ ജോസഫ് ചാക്കോ, മറ്റ് വിശിഷ്ടാതിഥികളെ, ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്ന വിവിധ ഇടവകളിലെ വിശ്വാസികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, നമുക്കറിയാം കത്തീഡ്രൽ CLC-ത്തിൽ 2008 മുതൽ ആരംഭിച്ച മെഗാ ഹൈടെക് ക്രിസ്മസ് കരോൾ മത്സര ഘോഷയാത്രയുടെ സമാപനമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാ വർഷങ്ങളിലും ഈ മത്സരം നമുക്കറിയാം ക്രിസ്മസിന് മുന്നേ 22 അല്ലെങ്കിൽ 23 എന്നീ തീയതികളിലാണ് സംഘടിപ്പിക്കാറുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ വർഷം പരീക്ഷകളും അതുപോലെ തന്നെ നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് കാരണം ഡേറ്റിൽ മാറ്റം വരുത്തേണ്ടി വന്നു. ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ഈ മത്സരം കൊണ്ടുപോകേണ്ടി വന്നു. പക്ഷെ എന്നോട് പല സുഹൃത്തുക്കളും ചോദിച്ചു, ഈ മത്സരം വികാരിയച്ഛൻ പറഞ്ഞിട്ടാണ് നീട്ടിവെച്ചത്. കഴിഞ്ഞ വർഷങ്ങളിലെ ഈ മത്സരങ്ങളുടെ കണക്ക് അവതരിപ്പിക്കാത്ത കാരണം അച്ഛൻ നിർബന്ധപൂർവം തടഞ്ഞു വെച്ചതാണെന്ന് പലരും പല കുബുദ്ധികളും പറഞ്ഞു പരത്തി. പക്ഷെ അതല്ല, ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഞങ്ങളോടൊപ്പം ഇതിനു വേണ്ടി അക്ഷീണം പരിശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ബഹുമാനപ്പെട്ട ലാസറച്ചൻ. പല ഇടവകളിൽ നിന്നുമുള്ള ബഹുമാനപ്പെട്ട വൈദികരുടെ സമ്മർദ്ദം മൂലമാണ് ഈ ഡേറ്റിൽ മാറ്റം വരുത്തേണ്ടി വന്നത്. ആദ്യമായിട്ട് ഞങ്ങളെ വിളിച്ചു പറഞ്ഞത് ബഹുമാനപ്പെട്ട ഷെറൻ സച്ചനാണ്. 22-ാം തീയതി വെച്ചാൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല, വീടുകളിൽ നിന്നും അവരുടെ രക്ഷിതാക്കൾ ഇതിലേക്ക് അവരെ വിടുകയില്ല, അതുകൊണ്ട് മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ മത്സരം ഈ ക്രിസ്മസ് കഴിഞ്ഞ് ഇന്നത്തെ ഈ ദിവസത്തേക്ക് വെച്ചത്. എന്ത് തന്നെയായാലും ഈ ഇടവക വിശ്വാസികളുടെയും ഇതിൽ പങ്കെടുത്ത ഇടവകരുടെയും സഹകരണം ഏറ്റവും ഭംഗിയായിട്ട് ഈ വർഷം എല്ലാ വർഷങ്ങളിലേക്കാളും മത്സരം ഇവിടെ ഇന്ന് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അതിന് നേതൃത്വം വഹിച്ചത് ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കൊച്ചച്ഛന്മാരുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ ഞാൻ ഈ യോഗത്തിൽ പ്രശംസിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ യോഗത്തിൽ ഇവിടെ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പെരിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ലാസറച്ചനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഇതിനു വേണ്ടി ഞങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന ബഹുമാനപ്പെട്ട ലാസറച്ചനെ, കത്തീഡ്രൽ പ്രൊഫഷണൽ സീനിയർ ജൂനിയർ CLC-യുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ ഈ യോഗത്തിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം അഭിമന്യ പിതാവ് സ്ഥാനം ഏറ്റതിന് ശേഷം ഇന്നേ വരെ ഒരു മുടക്കവും കൂടാതെ ഇതിൻ്റെ സമ്മാനദാനത്തിനും ഇവിടുന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി അഭിമന്യ പിതാവ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 2008 ഇതാരംഭിച്ച് ഈ വർഷം വരെ ഭംഗിയായിട്ട് ഇത് സംഘടിപ്പിച്ചു. ഇതിൻ്റെ ഇടയിൽ 2 വർഷം
ഇത് നടക്കാതെ വന്നു. ഒന്ന് 2016 ആ നോട്ട് നിരോധനം മൂലവും 21 നമ്മുടെ ഇവിടുത്തെ ലോകമെമ്പാടുമുണ്ടായ കൊറോണയുടെ പശ്ചാത്തലത്തിലുമാണ് 2 വർഷങ്ങളിൽ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുവരെ അത് ഒഴിച്ച് ബാക്കി എല്ലാ വർഷങ്ങളിലും അഭിമന്യ പിതാവും ഈ മത്സരത്തിന് പൂർണ്ണ പിന്തുണ തന്നു. ഇന്ന് അഭിമന്യ പിതാവ് ഇവിടെ സമ്മാനദാനത്തിന് വേണ്ടിയും ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അഭിമന്യ പിതാവിനെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും, പ്രത്യേകിച്ച് കത്തീഡ്രൽ ഇടവക സമൂഹത്തിൻ്റെ പേരിലും കത്തീഡ്രൽ CLCയുടെ പേരിലും ഈ യോഗത്തിലേക്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഇവിടെ മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ളത് KLF നിർമ്മൽ ഇൻഡസ്ട്രീസിൻ്റെ ഡയറക്ടറും KSE ലിമിറ്റഡിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ശ്രീ പോൾ ഫ്രാൻസിസ് കണ്ടംകുളത്തിയാണ്. ഇത് വളരെ വർഷങ്ങളായിട്ട് അവരുടെ സഹകരണം വളരെ നിസ്വാർത്ഥമായിട്ട് സാമ്പത്തികമായും അതുപോലെ തന്നെ മറ്റെല്ലാ വിധത്തിലും ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് KLF. അതിൻ്റെ മുഖ്യാതിഥി എന്ന നിലയിൽ, അതിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ ഇവിടെ എത്തിച്ചേർന്ന ശ്രീ പോൾ ഫ്രാൻസിസ് കണ്ടംകുളത്തിയെ നിങ്ങളുടെ എല്ലാവരുടെ പേരിലും, പ്രത്യേകിച്ച് കത്തീഡ്രൽ CLCയുടെ പേരിലും ഈ ഇടവക സമൂഹത്തിൻ്റെ പേരിലും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ വാർഡിൻ്റെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർ, ഈ പള്ളി സ്ഥിതി ചെയ്യുന്ന വാർഡിൻ്റെ കൗൺസിലറാണ് ശ്രീ ജോസഫ് ചാക്കോ. അദ്ദേഹത്തെ ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇടവകയ്ക്കും ഞങ്ങളുടെ ഈ സമൂഹത്തിനും പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തിനും വേണ്ടി ആത്മാർത്ഥമായിട്ട് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. കത്തീഡ്രൽ ട്രസ്റ്റി ശ്രീ അഡ്വക്കേറ്റ് MM ഷാജൻ, അദ്ദേഹത്തെ ഈ പറഞ്ഞോണം CLC പ്രസ്ഥാനത്തിൽ ഓരോ കാര്യങ്ങൾ ചെന്ന് അവതരിപ്പിക്കുമ്പോഴും വളരെ സന്തോഷത്തോടു കൂടിയും നിസ്വാർത്ഥമായും ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും, പ്രത്യേകിച്ച് കത്തീഡ്രൽ CLCയുടെ പേരിലും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആന്റണി അച്ഛൻ, നമുക്കറിയാം, ഞങ്ങളുടെ വർക്കിംഗ് പ്രൊമോട്ടർ ശ്രീ ഓസ്റ്റിൻ അച്ഛനാണ്. അദ്ദേഹത്തിന് കാലിലെ അസുഖം മൂലം പൂർണ്ണമായിട്ടും ഇറങ്ങി ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അതിന് അപ്പുറം ഞങ്ങളോടൊപ്പം സഹകരിച്ച ശ്രീ ആന്റണി അച്ഛൻ, അദ്ദേഹം ജൂനിയർ CLCയുടെ പ്രൊമോട്ടർ കൂടിയാണ്. ആ നിലയ്ക്ക് തന്നെ അച്ഛന്, ഓസ്റ്റിൻ അച്ഛന് പകരമായിട്ട് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിസ്വാർത്ഥമായി സഹായം ചെയ്തു തന്ന അച്ഛനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. CLCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഷോബി കെ പോൾ, അദ്ദേഹവും ഞാൻ ഔപചാരികയുടെ പേരിൽ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കത്തീഡ്രൽ പ്രൊഫഷണൽ CLC പ്രസിഡന്റ് ശ്രീ ഫ്രാൻസിസ് കോക്കാട്ട്, സീനിയർ CLC പ്രസിഡന്റ് അജയ് KB, എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരും, വിവിധ ഇടവകകളിൽ നിന്ന് വന്ന ബഹുമാനപ്പെട്ട വൈദികർ, അവരുടെ നേതൃത്വത്തിൽ വന്ന ടീമുകൾ, എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന്ന് ഇവിടെ വിധികർത്താക്കളായി വന്നിട്ടുള്ളത്, നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഉണ്ടായ ബഹുമാനപ്പെട്ട സന്ധ്യ മാഡം, ബഹുമാനപ്പെട്ട സിസ്റ്റർ ഡോക്ടർ ജിക്സി, CLCയുടെയൊക്കെ രൂപത പ്രസിഡന്റായിരുന്ന ശ്രീ വിൻസൻ, അവരാണ് ഇന്ന് ഇവിടെ വിധികർത്താക്കളായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്.
അവരെയും ഏറെ ബുദ്ധിമുട്ടി 5 മണിക്ക് തന്നെ അവരോട് എത്തിച്ചേർന്നു. മത്സരം ആരംഭിക്കുവാനായിട്ട് കുറച്ച് വൈകി. അതൊക്കെ ക്ഷമിച്ചുകൊണ്ട് ഈ സമയം വരെ നമ്മളോടൊപ്പമുണ്ട്. അവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള സഹകരണങ്ങൾ ചെയ്തു തന്ന ഇതിൻ്റെ 88,888 രൂപ ക്യാഷ് അവാർഡ് 2-3 വർഷമായിട്ട് ആ സംഖ്യ നൽകുന്നത് കത്തീഡ്രൽ CLC അംഗങ്ങളാണ്. അവരുടെ കയ്യിൽ നിന്നും പിരിവെടുത്തിട്ടാണ് അവർ ഓരോരുത്തരും സഹകരണം കൊണ്ടാണ് 88,888 രൂപ ഇവിടെ നൽകുന്നത്. അംഗങ്ങൾക്കും രണ്ടാം സമ്മാനം CLC അംഗം ബഹുമാനപ്പെട്ട ചീക്കു കോട്ടോളി വർഗീസ് കോട്ടോളി അവരാണ് സംഭാവന ചെയ്തത്. അവർക്കും മറ്റു സാമ്പത്തിക സഹായങ്ങൾ ചെയ്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ടോം ചേട്ടാ. അടുത്തതായിട്ട് അധ്യക്ഷ പ്രസംഗത്തിനായി സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവക വികാരി റവറൻഡ് ഡോക്ടർ ലാസർ കുറ്റിക്കാരനച്ചനെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഭിമന്യ പിതാവേ, ആന്റണി നമ്പിളച്ചൻ, ബെൽഫനച്ചൻ, ഓസ്റ്റിനച്ചൻ, നമ്മുടെ CLC പ്രസിഡന്റ് ഫ്രാൻസിസ് കോക്കാട്ട്, പ്രോഗ്രാം കോർഡിനേറ്റർ മിസ്റ്റർ വൈസ് ടോമി, മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന ശ്രീ പോൾ ഫ്രാൻസിസ് കണ്ടംകുളത്തി, ഇടവകയുടെ ട്രസ്റ്റി അഡ്വക്കേറ്റ് MM ഷാജ്, നമ്മുടെ വാർഡ് മെമ്പർ മിസ്റ്റർ ജോസഫ് ചാക്കോ, ജൂനിയർ CLC പ്രസിഡന്റ് അജയ്, നമ്മുടെ പ്രോഗ്രാം വിധികർത്താക്കളായി വന്ന സിസ്റ്റർ ഡോക്ടർ ജിപ്സി, സന്ധ്യ മേഡം, വിൻസെന്റ് സർ, ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, ഇവിടെ ഒരു പ്രസംഗം ഞാൻ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്ര മനോഹരമായ ദൈവാനുഗ്രഹപ്രദമായ ഒരു പരിപാടി, ക്രിസ്മസ് കരോൾ മത്സരം സംഘടിപ്പിക്കുന്നതിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാ CLC അംഗങ്ങൾക്കും ഞാൻ നന്ദിപൂർവം അവരെ അഭിനന്ദിക്കുകയാണ്. അതിൻ്റെ പുറകിൽ ധാരാളം പദ്ധതികളും പ്ലാനുകളും ആലോചനകളും സമയവും എനർജിയും ഒക്കെ ചെലവിട്ടിട്ടുണ്ട്. നമുക്കറിയാം, സമ്മാനങ്ങൾ കൊടുക്കുന്നത് തന്നെ കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എമൗണ്ടാണ്. എന്നാൽ വാങ്ങിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവരുടെ ചെലവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് വലിയ ഒരു എമൗണ്ട് ആകണമെന്നില്ല. എന്നിരുന്നാലും ഈ പരിപാടിയുമായി സഹകരിച്ച് എല്ലാം വിജയപ്രദമാക്കാനായിട്ട് പരിശ്രമിച്ച എല്ലാ ഇടവകകളിലെയും നല്ലവരായ സഹോദരന്മാർക്ക് ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ ഇടവകയുടെ പേരിലുള്ള അഭിനന്ദനവും ദൈവാനുഗ്രഹവും ഞാൻ നേരുകയാണ്. ഈ പ്രാവശ്യം പ്രൊഫഷണൽ CLC നടത്തിയ ഈ പരിപാടി നേരത്തെ OS ടോമി സൂചിപ്പിച്ചതുപോലെ അതിനോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാമ്പത്തികം കണ്ടെത്തുന്നതിൽ അവർ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുകയുണ്ടായി. പഴയതുപോലെയുള്ള സ്പോൺസേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ട്. ഏതായാലും ഉണ്ണിയേശുവിൻ്റെ പ്രത്യേക കൃപയാൽ അതെല്ലാം നടന്നു, അവരുടെയും സഹകരണത്തോടെ. അതുകൊണ്ട് പ്രൊഫഷണൽ CLC എല്ലാവർക്കും ഞാൻ ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഇതിനായി സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ലാസറച്ച.
അടുത്തതായി അനുഗ്രഹ പ്രഭാഷണത്തിനായി ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോടിക്കണ്ണുകളം പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തോളൂ. വേദിയിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലാസ്രച്ച, പ്രിയമുള്ള വേദിയിലും സദസ്സും ഇരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, ഏറ്റവും പ്രിയമുള്ള കലാകാരന്മാരും കലാകാരികളുമായിട്ടുള്ള ഈ കരോൾ മത്സരത്തിൽ പങ്കെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സംഘാടകരായിട്ടുള്ള CLC അംഗങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും ഞാൻ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുകയാണ്. പുതുവർഷം ആഗതമാകുന്നു. 2026 പ്രത്യാശ നിർഭരമായിട്ടുള്ളൊരു വർഷമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് ഈ കരോൾ ഈ വർഷം ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസമായിരിക്കുന്ന ഇന്ന് നടത്തപ്പെട്ടു എന്നതിൽ ഞാൻ അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതൊരു വലിയ ടീം വർക്കിൻ്റെ ഭാഗമാണ്. വിആർഎച്ചിൻ്റെയും കൊച്ചച്ഛൻ്റെയും CLC അംഗങ്ങളുടെയും പിന്നെ നല്ലവരായിട്ടുള്ള പ്രോത്സാഹിപ്പിക്കുന്ന സഹൃദയരായിട്ടുള്ളവരുടെയും ഒരുമിച്ചുള്ളൊരു കൂട്ടായ പരിസ്ഥിതി. ഞാൻ എല്ലാ CLC അംഗങ്ങളെയും പ്രത്യേകമായിട്ട് ഈ അവസരം അഭിനന്ദിക്കുകയാണ്. ഇത് ഇരിങ്ങാലക്കുട പട്ടണം ഒരു ആഘോഷമായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ട് എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ആഘോഷം ഇത് മാറിയിരിക്കുകയാണ്. ഇതൊരു ക്രിസ്മസിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന അവസരമാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ടീം അംഗങ്ങൾ വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചു എന്നുള്ളതിൽ നമുക്ക് സന്തോഷമുണ്ട്. എല്ലാ ടീം അംഗങ്ങളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നന്നായിട്ട് നല്ല പെർഫോമൻസ് അവർ കാഴ്ചവെച്ചു. ഇത് സന്തോഷത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ്. അതാണല്ലോ അട്ടിടയർക്ക് നൽകിയ സന്ദേശവും മാലാഖ നൽകിയ സന്ദേശം. സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇന്നലെ ക്രിസ്മസ് ആയിരുന്നു. ആ സദ്വാർത്ത ഈ പ്രദേശത്തുള്ള എല്ലാവരെയും അറിയിക്കുവാനുള്ള ഒരു വലിയ പരിശ്രമമാണ് ഈ കരോളിലൂടെ നടത്തിയത്. അത് വളരെ ഭംഗിയായിട്ട് നടത്തി. ഈ സന്തോഷം ഈ 2026 പ്രവേശിക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സുകളിൽ നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അനുഗ്രഹ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. നന്ദി പിതാവേ. അടുത്തതായി നമ്മുടെ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്ന ശ്രീ പോൾ ഫ്രാൻസിസ് കണ്ടംകുളത്തി അവരുകളെ ഏറ്റവും സ്നേഹത്തോടുകൂടി 2 വാക്ക് സംസാരിക്കുവാനായിട്ട് സാദരം ക്ഷണിച്ചോളൂ. അഭിനന്ദ പോളി പിതാവെ, വിചാരിച്ച ലാസറച്ച, OS ടോമി, മറ്റുള്ള വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, കൊല്ലം ഞങ്ങൾ KLF 10 കൊല്ലമായി, മോർ ദാൻ 10 കൊല്ലമായി ഇത് സ്പോൺസർ ചെയ്യുന്നു തോന്നുന്നു. പക്ഷെ കൊല്ലം ഇത് കൂടുതൽ ഇതൊരു ഇരിങ്ങാലക്കുടയിലത്തെ ഒരു കാർണിവൽ പോലെയാണ്. എൻ്റെ വീട് 1 കിലോമീറ്റർ അപ്പുറത്താണ്. എൻ്റെ വീടിൻ്റെ അപ്പുറം തൊട്ട് കാറുകളാണ്. മറ്റേ വശം എനിക്ക് കറങ്ങി വരേണ്ടി വന്നു. ഒരു 1000 കാറെങ്കിലും നമ്മുടെ നാട്ടിലിങ്ങനെ ഈ റോഡ് പണിയുടെ നടക്കണതിൻ്റെ ഇടയിൽ കൂടെ ഈ 1000 കാറിൽ അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് നടന്നു വരായിരുന്നു എളുപ്പം. കാറിൽ വരാൻ അത്ര എളുപ്പമായിരുന്നില്ല. അത് ഇരിഞ്ഞാലക്കുട ഇതൊരു കാർണിവലായിട്ട് മാറാണ്. കൊല്ലം ഇത് കൂടുതൽ ഫേമസ് ആവാണ്. ഓൾ കൺഗ്രാറ്റുലേഷൻസ് ടു CLC, എസ്പെഷ്യലി ടു ടോമി, വിആർഎച്ചൻ, മറ്റുള്ള ഓർഗനൈസേഴ്സ്. താങ്ക് യു. ഇത് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാനായി ഈ വാർഡിൻ്റെ കൗൺസിലർ ശ്രീ ജോസഫ് ചാക്കോ അവരുകളെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ബിഷപ്പ് പോളി പിതാവ്, നമ്മുടെ വികാരിയച്ഛൻ ലാസറച്ചൻ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സുഹൃത്തുക്കൾ, അതിഗംഭീരമായി ഇന്നിവിടെ നടത്തപ്പെട്ട മഹാ കരോൾ മേളയ്ക്ക് ആദ്യമായി ഇതിൽ പങ്കെടുത്തവർക്കും ഇത് സംഘടിപ്പിച്ചവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. തുടർന്നും ഇത്തരം കരോൾ മേള ലോകം അറിയപ്പെടുന്ന ഒരു കാർണിവലായി തീരട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാനായി കത്തീഡ്രൽ ഇടവക ട്രസ്റ്റി അഡ്വക്കേറ്റ് MM ഷാജൻ മാണിക്കത്ത് പറമ്പിൽ അവരുകളെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഭിവന്ദനായ പിതാവ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കത്തീഡ്രൽ വികാരി ലാസറച്ചൻ, പ്രൊഫഷണൽ CLCയുടെ കോർഡിനേറ്റർ OS ടോമി അവർകൾ,
അതുപോലെ ഈ വേദിയിലും സദസ്സിലുമുള്ള അനിലെ വലിയ പ്രതിസന്ധി കാലം അതിമനോഹരമായി ഒരിക്കൽ കൂടി ഇരിങ്ങാലക്കുടിയുടെ തെരുവീതികളെ പുളകം കൊള്ളിച്ചുകൊണ്ട് ഒരു ക്രിസ്മസ് കരോൾ ഇവിടെ ഈ സെൻറ് തോമസ് കത്തീഡ്രൽ അങ്കണത്തിൽ സമാപിച്ചിരിക്കുകയാണ്. ഇത് എത്ര നാൾ ഇനി ഉണ്ടാകുമെന്ന് നമ്മെക്കൊണ്ട് ചിന്തിപ്പിക്കുന്ന ചില സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് നോർത്തിലല്ലേ, യു പിയിലല്ലേ, ബീഹാറിലല്ലേ, ഛത്തീസ്ഗഡിലല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമുക്കിതാ നമ്മുടെ മുറ്റത്ത് ഇങ്ങ് കേരളത്തിലെ പാലക്കാട് പോലും കുരുന്നു മക്കൾ നടത്തിയ ക്രിസ്മസ് കരോളിനെതിരെ ഒരു അക്രമമുണ്ടായി. ആ സാഹചര്യത്തിൽ ഇന്നിവിടെ രാജാതിരാജനായ യേശുവിൻ്റെ ജനനത്തെ അനുസ്മരിപ്പിച്ച് നൂറുകണക്കിന് കുരുന്നുകളും മുതിർന്നവരും അവരെ നയിക്കുന്ന ഇടവവികാരിമാരും ഈ മനോഹരമായൊരു കരോളിന് നേതൃത്വം നൽകുവാൻ ഇവിടെ എത്തിക്കുവാൻ സാധിച്ചു എന്നതാണ് CLCയുടെ വലിയ വിജയമായി ഞാൻ കാണുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നവർ ശ്രീ OS ടോമിയും ഫ്രാൻസിസ് കോക്കാട്ടും വിനു ആൻ്റണിയും ഡേവിസ് പടിഞ്ഞാറക്കാരനും ഒരുപാട് പേരുകളുണ്ട്. അവരെയെല്ലാം ധൈര്യം കൊടുത്ത് ഇത്തവണ മുന്നോട്ടിറക്കാൻ നമ്മുടെ വികാരിച്ചിന് സാധിച്ചു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ ഒറ്റക്കെട്ടായി പള്ളി കമ്മിറ്റി അതിനൊപ്പം നിന്ന് പള്ളി കമ്മിറ്റിക്ക് ചെയ്യാവുന്ന ഒരു സഹായം നൽകി. ശ്രീ പോൾ ഫ്രാൻസിസിനെ പോലുള്ള മറ്റു വ്യക്തികൾ, ഒരുപാട് വ്യക്തികൾ സഹായിക്കാൻ മുന്നോട്ട് വന്നു. അപ്പോൾ ഇനിയും ഇവിടെ കരോൾ ഗാനം മുഴങ്ങട്ടെ, സമാധാനത്തിൻ്റെ ശങ്കുലി മുഴങ്ങട്ടെ, സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറക്കട്ടെ. ഒരിക്കൽ കൂടി CLCയിലെ മുഴുവൻ പ്രവർത്തകർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായിട്ട് ജഡ്ജ്മെൻറ്റ് പറയുന്നതിനായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ജഡ്ജസിൻ്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിൻസെൻ്റ് സാറിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദ്യ പിതാവേ, സ്നേഹബഹുമാനപ്പെട്ട ലാസ്രച്ച, ഞങ്ങളുടെ ആദ്യകാലത്തെ CLCയുടെ ഒരു എന്താ പറയുക വലിയൊരു നേതൃത്വമായിരുന്ന OS ടോമി ചേട്ടൻ, അതുപോലെ എൻ്റെ സുഹൃത്ത് ഷോപ്പിക്കപ്പോൾ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സഹവിധികർത്താക്കളെ, അതുപോലെ ഈ മത്സരത്തിൽ പങ്കെടുത്ത് ആശ്വസിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൂപ്പായി. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് എല്ലാവരും നിൽക്കുന്നത്. എനിക്കറിയാം, ഒരു മത്സരമാകുമ്പോൾ എല്ലാവർക്കും 1ാം സ്ഥാനം കിട്ടില്ല, എല്ലാവർക്കും 2ാം സ്ഥാനവും 3ഉം 4ഉം ഒക്കെ സ്ഥാനങ്ങൾ വരും. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ അനുഭവിച്ച് തന്നെയാണ് വന്നത്. ഞാനൊരു ചിത്രകലാ ആയിരുന്നു 3 വർഷം മുമ്പ് വരെ. റിട്ടയർഡായി. ഒരു കാലത്ത് കേരള സ്റ്റേറ്റ് ടാബ്ലോ മത്സരത്തിൽ നമ്മുടെ ലാസ്റ്റ് സപ്പർ ഞാൻ വേദിയിലെത്തിച്ചതാണ്. എല്ലാവരും ഫസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞു. സബ് ജില്ല ഫസ്റ്റ്, ജില്ല ഫസ്റ്റ്, സ്റ്റേറ്റ് വന്നപ്പോൾ അത് വെറും A ഗ്രേഡിൽ മാത്രം ഒതുങ്ങിപ്പോയി. ആകെ പ്രയാസമായി. സാധനങ്ങളൊക്കെ തട്ടുംപുറത്തൊക്കെ കയറ്റി വെച്ച് അതിന് ഇരിക്കുകയാണ്. ആ സമയത്താണ് മാള കാർമൽ കോളേജിൽ മരിച്ചുപോയ സിസ്റ്റർ ബ്രൈസ് അന്നവിടെ പ്രിൻസിപ്പളായിരുന്നു. അവർ വന്ന് മാഷെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാര്യമില്ല, പിള്ളേർ കൂക്കി വിളിക്കും. കാരണം ഈ കോളേജ് ലെവലൊക്കെ ആകുമ്പോൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമല്ലോ, ക്രിസ്ത്യൻ മാറ്ററാണല്ലോ. പക്ഷേ വലിയ വിഖ്യാതനായിട്ടുള്ള മാസ്റ്റർ ചിത്രകാരനായിട്ടുള്ള ലിയോനാർഡോ ഡാവിഞ്ചിയുടെ ആ വർക്ക് നമ്മൾ കൃത്യമായിട്ടത് വളരെ പെർഫെക്റ്റോടുകൂടി തന്നെ അത് വേദിയിൽ എത്തിച്ചു. അവർക്ക് വേണ്ടിയിട്ട് കൂടി വർക്ക് ചെയ്തു. ഡി സോണും ഇന്നർ സോണും അത് ഫസ്റ്റായി. മാതൃഭൂമി പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഭംഗിയായിട്ട് കളർ ചിത്രം അടിച്ചു, ആദ്യവും അവസാനമായിട്ട്. ഇന്നിനേറെ പറയുന്നു 5 വർഷം സംസ്ഥാന തലത്തിൽ പോയി. അതിനുശേഷം പിന്നീട് അതിൽ സ്റ്റേറ്റ് പ്രൈസ് വന്നത് 500 നോട്ടിൻ്റെ ബാക്കിൽ, പഴയ 500 നോട്ടിൻ്റെ ബാക്കിൽ ഒരു ദണ്ഡി യാത്ര ഉണ്ടായിരുന്നു. അതിങ്ങനെ കൃത്യമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ആ നോട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നോട്ട് തന്നെ ആയിരിക്കും, ആ രീതിയിൽ തന്നെയായിരുന്നു അത് ചെയ്തത്. അത് സ്റ്റേറ്റ് സെക്കൻഡ് കോട്ടയത്ത് വെച്ച്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മത്സരങ്ങൾക്ക് നടന്നും
കുട്ടികളെ കൊണ്ട് നടന്നൊക്കെ പ്രതീക്ഷകളും അതുപോലെ തന്നെ മോഹഭംഗങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിലുള്ള പ്രയാസങ്ങളൊക്കെ എനിക്കറിയാം നന്നായിട്ട്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഈ 4 ടീമും നിങ്ങൾ സമ്മതിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അച്ഛന്മാരാണെങ്കിൽ അച്ഛന്മാർ, അല്ലെങ്കിൽ അതിൻ്റെ സംഘാടകർ ആരാണോ അവരെ സമ്മതിച്ചിരിക്കുന്നു. കാരണം ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതുപോലെ ഞാൻ മനസ്സിലാക്കുന്നത് 23-ാം തീയതി നടക്കേണ്ട പരിപാടിയാണ്. കുട്ടികളുടെ പരീക്ഷയുള്ള കാരണം കൊണ്ടാണ് ഇങ്ങനെ മാറ്റിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും എന്തൊരു എനർജറ്റിക് കുട്ടികൾ കളിക്കുന്നത്, കുട്ടികളല്ല മുതിർന്ന ആളുകൾ എല്ലാവരും തന്നെ ഇതിൽ പാർട്ടിസിപ്പൻ്റാണ്. അവരൊക്കെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എന്തായാലും മത്സരമാകുമ്പോൾ അതിൽ സമ്മാനങ്ങളുണ്ടാകും. ഞങ്ങൾ 3 പേരും കൃത്യമായിട്ട്, ടീച്ചർ 3 വർഷമായിട്ട് ഇവിടെ ഉള്ള ആളാണ്, വിദ്യാർത്ഥിയായിട്ട് വരുന്ന ആളാണ്, ഞാൻ ആദ്യമായിട്ട് വന്ന ആളാണ്. എന്തായാലും അതുപോലെ ഡോക്ടർ സിസ്റ്റർ. എന്തായാലും ഞങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള ഒരു വിധിയാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. അത് സവിനയം നിങ്ങളെല്ലാവരും അത് ഏറ്റെടുക്കുക. ഓക്കെ, ഇനി സമ്മാനങ്ങൾ അനൗൺസ് ചെയ്യുകയാണ്. ആദ്യം 3ാം സമ്മാനമാണ് പറയുന്നത്. 3ാം സമ്മാനം, തേർഡ് പ്രൈസ് ഗോസ് ടു ചെസ് നമ്പർ 3. ചെസ് നമ്പർ 3 സെന്റ് ജോസഫ് ചർച്ച് വെള്ളാങ്കല്ലൂർ. സെന്റ് ജോസഫ് ചർച്ച് വെള്ളാങ്കല്ലൂർ. സെക്കൻഡ് പ്രൈസ്, അടുത്തത് 2ാം സ്ഥാനമാണ്. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു അനൗൺസ് ചെയ്തതിന് ശേഷം നമുക്ക് സമ്മാനദാനം സ്വീകരിക്കാനായിട്ട് ക്ഷണിക്കാം. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു നമ്പർ 4, സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് കൊടുങ്ങ. സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് കൊടുങ്ങ. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു, ഏതായിരിക്കും നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ചെസ് നമ്പർ 1, സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച് കൊമ്പത്തുകടവ്. സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച് കൊമ്പത്തുകടവ്. ഒരു പ്രൈസ് കൂടി അനൗൺസ് ചെയ്യുന്നുണ്ട്. ബെസ്റ്റ് ടാബ്ലോ ചെസ് നമ്പർ 1, സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച് കൊമ്പത്തുകടവ്. പ്രോത്സാഹന സമ്മാനം ലഭിക്കുന്നു സെന്റ് ആന്റണീസ് ചർച്ച് കോപ്പുള്ളിപ്പാടം. അടുത്തതായിട്ട് സമ്മാനദാന ചടങ്ങാണ്. സമ്മാനദാന ചടങ്ങിനായിട്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി പിതാവിനെയും മറ്റുള്ള വിശിഷ്ടാതിഥികളെയും സ്നേഹിക്കുന്നു. അതിനു മുൻപായിട്ട് ഒരു വാക്ക് നന്ദി പറഞ്ഞതിന് ശേഷം സമ്മാനദാന ചടങ്ങിലേക്ക് കടക്കാം. നന്ദി പറയുവാനായിട്ട് സീനിയർ CLCയുടെ പ്രസിഡന്റ് ശ്രീ അജയ് KBയെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇരിഞ്ഞാലക്കുടക്കാര് ആൻഡ് മൈ CLC ഫ്രണ്ട്സ്, ആദ്യമേ തന്നെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന് വളരെ മനോഹരമാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ച, ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടായി നിന്ന, ഇന്ന് വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ടീം അംഗങ്ങളെയും 4 ടീം അംഗങ്ങളെയും ഞാൻ നന്ദി പറയുന്നു. അടുത്തതായി ഏതൊരു പ്രോഗ്രാമും അത് വളരെ നല്ല രീതിയിൽ നടത്തുന്നതിനായിട്ട് ഒരു കോർഡിനേഷൻ വേണം. സോ കത്തീഡ്രൽ CLCയിലെ പ്രൊഫഷണൽ CLC, സീനിയർ CLC, ജൂനിയർ CLC മെമ്പേഴ്സിനെയും എക്സിക്യൂട്ടീവിനെയും ഈ പ്രോഗ്രാമിൻ്റെ കൺവീനർമാരെയും ഞാൻ 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമ്മാനദാന ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി പ്രോത്സാഹന സമ്മാനം ഏറ്റുവാങ്ങുവാനായിട്ട് ചെസ് നമ്പർ 2 സെന്റ് ആന്റണീസ് ചർച്ച് കോപ്പുള്ളിപ്പാടം ടീമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ചെസ് നമ്പർ 2 കോപ്പുള്ളിപ്പാടം ടീം മാനേജർ വന്ന് പ്രോത്സാഹന സമ്മാനം ഏറ്റുവാങ്ങേണ്ടതാണ്. ക്യാഷ് പ്രൈസ് ആണ് നമുക്ക് പ്രോത്സാഹന സമ്മാനമായിട്ടുള്ളത്. സമ്മാനം നൽകുന്നതിനായിട്ട് പിതാവിനെയും മറ്റു വിശിഷ്ടാതിഥികളെയും ക്ഷണിക്കുന്നു. ടീം മാനേജർ, സെന്റ് ആന്റണീസ് ചർച്ച് കോപ്പുള്ളിപ്പാടത്തിന്റെ ടീം മാനേജർ ഒന്ന് സമ്മാനം ഏറ്റുവാങ്ങേണ്ടതാണ്.
അടുത്തത് ടാബ്ലോ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ടീമാണ്. ടാബ്ലോ ഫസ്റ്റ് കിട്ടിയത് ചെസ് നമ്പർ 1 സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച് കൊമ്പത്ത് കടവാണ്. ടാബ്ലോ ഫസ്റ്റ് ടീം മാനേജറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്നതും ചെസ് നമ്പർ 1 സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് കൊമ്പത്തുകളവ്. വികാരിയച്ഛനെയും ടീം മാനേജേഴ്സിനെയും അംഗങ്ങളെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നൽകുവാനായിട്ട് ഇരിയാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണുകടൻ പിതാവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ശേഷം സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങാം. അടുത്തത് സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ചെസ് നമ്പർ 4 ആണ്. സെൻസ് കൊടുക സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ചെസ് നമ്പർ 4 സെൻസ് ചർച്ച് കൊടുക. സമ്മാനം വാങ്ങിയ ശേഷം സ്റ്റേജിൽ നിന്ന് ഇറങ്ങുക. സമ്മാനം വാങ്ങുവാനായിട്ട് വികാരിച്ചനെയും മാനേജേഴ്സിനെയും ടീമംഗങ്ങളെയും ചർച്ച് കൊടുങ്ങ. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് കൊടുങ്ങ. Third prize goes to St. Joseph's Church, Vellangalur. Third prize goes to St. Joseph's Church, Vellangalur. വികാരിയച്ഛനെയും ടീം അംഗങ്ങളെയും സ്റ്റേജിലേക്ക് സമ്മാനം ഏറ്റുവാങ്ങാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. Third prize goes to St. Vellangalur. ഈ വർഷത്തെ മെഗാ കരോൾ പൂർത്തിയാവുകയാണ്. സഹകരിച്ച പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും അംഗം നന്ദി പറയുകയാണ്. ആഭിമുഖ്യത്തിൽ സീനിയർ ജൂനിയർ CLCയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഗാ കരോൾ മത്സരം ഭംഗിയാക്കുവാൻ സഹകരിച്ച എല്ലാവർക്കും എല്ലാ അംഗങ്ങൾക്കും നന്ദി പറയുന്നു. അതോടൊപ്പം ഈ സമ്മാനദാന ചടങ്ങ് മനോഹരമാക്കുവാൻ സാന്നിധ്യം കൊണ്ട് മനോഹരമാക്കുവാൻ എത്തിച്ചേർന്ന ഇരിങ്ങാലക്കുട രൂപതയുടെ ബിഷപ്പ് മാർ പോളി കണ്ണുകടൻ പിതാവിന് ഏറ്റവും സ്നേഹത്തോട് നന്ദി പറയുന്നു. നമ്മുടെ സെന്റ് തോമസ് കത്തീഡ്രൽ വികാരിയച്ഛൻ ലാസ്രച്ചന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമ്മുടെ ജോയിന്റ് ഡയറക്ടർ ആന്റണിയച്ചനും CLC പ്രസിഡന്റ് ഫ്രാൻസിസ് ചേട്ടൻ, ജനറൽ കൺവീനർ ടോമി ചേട്ടൻ, ട്രസ്റ്റി ഷാൻ ചേട്ടൻ, മറ്റു ട്രസ്റ്റിമാര് സാബു ചേട്ടൻ, തോമസ് ചേട്ടൻ, ജോർജ് ചേട്ടൻ, അതുപോലെ തന്നെ എല്ലാ പള്ളി കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി.